ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ നേപ്പാളിൽ നിന്ന് തന്നെ തുടങ്ങാം. നേപ്പാളിൽ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടാകുകയും അവിടെ ഭരണമാറ്റം സംഭവിച്ച് ഒരു ലേഡി ജഡ്ജാണ് അവിടെ ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിട്ടയർഡ് ജഡ്ജാണ് അവിടെ ഇപ്പം റൂളിംഗ് നടത്തുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ജെൻസി പ്രൊട്ടസ്റ്റിന് അവിടെ കാരണമായി തീർന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അമേരിക്കയാണെന്നുള്ളൊരു വാർത്തയാണ് നേപ്പാളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നേപ്പാൾ മാത്രമല്ല, ഇതേപോലത്തെ ആരോപണം ബംഗ്ലാദേശിനും ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് രണ്ട് വൻ ശക്തികളായിട്ടുള്ള ഏഷ്യൻ സൈഡിലുള്ള ഇന്ത്യ, ചൈന, ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ വളരെ കീ പൊസിഷൻ, ജിയോ പൊളിറ്റിക്കലി വളരെ പ്രാധാന്യമുള്ള ഒരു ലാൻഡാണ് നേപ്പാൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നേപ്പാളിനെ ടാർഗറ്റ് ചെയ്തതായിട്ട് നേപ്പാൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ത്യക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയ്ക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നും വരുന്നില്ല, നേപ്പാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ അലിഗേഷൻ തുടക്കത്തിലേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ആരോപണം കൂടുതൽ ശക്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ AK-47 ആ ഒരു തോക്കുമായിട്ട് ഒരു ഭീകരനെ പിടികൂടിയിട്ടുണ്ട് ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവൻ്റെ ഇമേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. താടിയൊക്കെ നീട്ടി വളർത്തി മീശയൊക്കെ എടുത്ത് പക്ക തീവ്രവാദി. ഇവനെ നമുക്ക് കയ്യിൽ കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടിത്തെറി എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നുഴഞ്ഞു കയറ്റം, ഇവനെ ചെവിക്ക് പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് ഇപ്പം നമ്മൾ കൂട്ടിലടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ലഷ്കറിൻ്റെയോ ജയ്ഷിൻ്റെയൊക്കെ ആളാവാനാണ് സാധ്യത എന്നുള്ള ഒരു നിഗമനങ്ങളാണുള്ളത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും NIA ഇവനെ അപ്രോച്ച് ചെയ്ത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവനെ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അബ്ദുൽ ഖാലിഖ് എന്നാണ് ഇവൻ്റെ പേര്. ഇൻവെസ്റ്റിഗേഷൻസ് ആർ അണ്ടർ ഗോയിങ്, അത് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. അതുപോലെ ഇന്ത്യ തായ്ലാൻഡുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബ്രീച്ച് വിഹാർ എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ, കംബോഡിയയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും ഇപ്പം നിലവിൽ ഒരു ആക്രമണം നടക്കുന്നത്. തായ്ലാൻഡും കംബോഡിയയും തമ്മിൽ ഈ ഒരു യുദ്ധം നടക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ ആ സമയത്ത് തായ്ലാൻഡ് കൃത്യമായിട്ട് ഈ ബ്രീച്ച് വിഹാർ എന്ന് പറഞ്ഞാൽ ആ ടെമ്പിളിൻ്റെ മേളിൽ തന്നെ ബോംബിടുകയും ആ ടെമ്പിളിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലമാണിത്. ഒരു ഹിന്ദു ടെമ്പിളാണ്. ശരിക്കും അറിയാലോ, ഇന്ത്യയുടെ ഒരു ഡൈനാസ്റ്റി, ചോള ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഒരു ഡൈനാസ്റ്റി പടർന്ന് പന്തലിച്ച് കിടന്ന ആ ഒരു സാഹചര്യം, ആ ഒരു കാലഘട്ടം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഓർത്ത് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കംബോഡിയയിൽ അങ്കോർ വാട്ട് ടെമ്പിൾ വരെ സൂര്യവർമ്മൻ എന്ന് പറഞ്ഞ ആ ഒരു രാജാവ് പണിതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ് ലിപി അക്ഷരങ്ങൾ ആ അമ്പലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അത്രമാത്രം ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ഉള്ള ഒരു ലാൻഡാണ് തായ്ലാൻഡ്, കംബോഡിയ, ബാലി, ആ മേഖലയെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡായിരുന്നു. പണ്ട് കുമരിഖാണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ് ശരിക്കും സൗത്ത് ഇന്ത്യയിൽ ഉടനീളം ശ്രീലങ്കയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു വലിയ ഏരിയ ഇന്ത്യൻ ഓഷ്യൻ്റെ ആ ഒരു റീജിയനിൽ മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് കിടന്നതാണ്. പിന്നീട് ഈ ഒരു കടൽ നിരപ്പ് ഇങ്ങനെ ഉയരുന്നതിനെ തുടർന്ന് ലാൻഡ് എല്ലാം തന്നെ വെള്ളത്തിനടിയിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഉയരം കൂടിയ ഒരു പ്രദേശമായിരുന്നുകൊണ്ട് അത് ദ്വീപായിട്ട് രൂപപ്പെട്ട് ഇപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് മുമ്പ് അവിടെയൊക്കെ ലാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഇൻഫാക്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയ വരെ നടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ തായ്ലാൻഡിൻ്റെ അടുത്ത് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു ടെമ്പിൾ നിങ്ങൾ ആക്രമിക്കരുത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ. നിങ്ങളുടെ യുദ്ധം, ക്രോസ് ബോർഡർ ഇതെല്ലാം ഓക്കെയാണ്, പക്ഷേ അമ്പലത്തിൻ്റെ മേളിൽ നിങ്ങൾ ബോംബിടരുതെന്നാണ് ഇന്ത്യ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ തായ്ലാൻഡുമായിട്ട് നടത്തിയ കോൺവെർസേഷനാണ് ഇത്. പക്ഷേ അതേസമയം അമേരിക്ക തായ്ലാൻഡുമായിട്ടൊരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്, യുദ്ധം നിർത്തണം എന്നുള്ള രീതിയിൽ. ട്രംപ് തായ്ലാൻഡിലെ താൽക്കാലിക പ്രസിഡന്റിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് രാവിലെ ട്വീറ്റ് ചെയ്തത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ തായ്ലാൻഡ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു മീഡിയേഷനെയോ അല്ലെങ്കിൽ ട്രംപിൻ്റെ റിക്വസ്റ്റിനെയോ മാനിക്കുന്നില്ല, അതിനെ തള്ളിക്കളയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നിലവിൽ തായ്ലാൻഡിൽ ഒരു ഭരണകൂടമില്ല, പ്രൈം മിനിസ്റ്റർ ഇല്ല, ഗവൺമെൻറ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ഈ ഒരു പ്രസിഡന്റിന് വലിയ രീതിയിലുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ക്രോസ് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീർച്ചയായിട്ടും പ്രസിഡന്റിന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കപ്പാസിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കംബോഡിയയുമായിട്ടുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ തായ്ലാൻഡ് കംബോഡിയയുടെ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിട്ട് പലവട്ടം ട്രംപ് അവകാശവാദം ഉന്നയിച്ച സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്ത്യയുടെ പാകിസ്ഥാനും ഇടയിലുള്ള യുദ്ധം നിർത്തിയത് ഞാനാണെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ക്ലെയിം ഉണ്ടല്ലോ, അതിനും ഇതേ ഒരു വാലിഡിറ്റി കൊടുത്താൽ മതി. ട്രംപ് ജസ്റ്റ് ഒരു ഫോൺ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ട്രംപ് പറയും ഞാനാണ് യുദ്ധം നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ ആ രീതിയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഇതേപോലെ തന്നെ ട്രംപിൻ്റെ വാക്ക് കേൾക്കുന്നില്ല റുവാണ്ടയും കോങ്കോയും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുകയാണ്.
ഇപ്പോൾ ഇതിനകത്ത് കോങ്കോ വലിയൊരു സ്റ്റേറ്റ് ആണ്, പക്ഷേ അതേസമയം റുവാണ്ട കോങ്കോയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതേസമയം ഈ റുവാണ്ട കോങ്കോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇവർ R23 എന്ന് പറഞ്ഞ ഒരു റിബൽ ഗ്രൂപ്പിനെ റുവാണ്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റുവാണ്ടയ്ക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയും റുവാണ്ട പിടിച്ചെടുക്കും. അതായത് ട്രംപിന്റെ മുന്നിൽ പോയിട്ട് ഒപ്പിടുന്ന സമയത്ത് യുദ്ധം നിർത്തിയത് ഏത് സ്പോട്ടിലാണോ ആ സ്പോട്ടിൽ ഞങ്ങൾ നിൽക്കില്ല എന്നാണ് റുവാണ്ട പറയുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ റുവാണ്ട എന്താണ് പറയുന്നത്? റുവാണ്ട ഞങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, R23 എന്ന് പറയുന്ന റിബൽ ഗ്രൂപ്പുകളാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഈ R23 എന്ന് പറഞ്ഞ റിബൽ ഗ്രൂപ്പിനെ ബാക്കപ്പ് ചെയ്യുന്നവരാണ് റുവാണ്ടയാണ്. ട്രംപ് റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഇടയിൽ എഗ്രിമെന്റുകളൊക്കെ വെച്ചെങ്കിലും രണ്ട് രാജ്യങ്ങളുമായിട്ടും എക്കണോമിക് കോപ്പറേഷൻ എന്നുള്ള പേരിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളുമായിട്ടും കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്തിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്നും റെയർ എർത്ത് എലമെന്റ്സ് ഖനനം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില യുദ്ധം നിർത്തുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെട്ടെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പം വീണ്ടും അടി തുടങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാർക്കോ റൂബിയോ ഒരു ട്വീറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ശരിക്കും റുവാണ്ടയുമായിട്ടും കോങ്കോയുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും രണ്ടുപേരും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ യുദ്ധം നിർത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ അവിടുത്തെ സമാധാന ചർച്ചയും പണി വാളിയിരിക്കുകയാണ്. ഇതാണ് ട്രംപിൻ്റെ അവസ്ഥ. ട്രംപ് പെരുത്ത സങ്കടത്തിലാണ് ഉള്ളത്. എന്തായാലും ഈ നിർത്തിയ യുദ്ധങ്ങളൊക്കെ വീണ്ടും വീണ്ടും തുടങ്ങുന്നതിൽ ട്രംപ് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലാണ്. എനിവേ, ഇപ്പോൾ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലെബനാൻ ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും ലെബനാൻ്റെ ഉള്ളിലേക്ക് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ പാർലമെന്റിൽ അഥവാ കെനസെറ്റ് എന്ന് വിളിക്കുന്ന നെസറ്റിൻ്റെ ഉള്ളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുകയും അവർ ലെബനാൻ്റെ മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പം ഇതിനെ തുടർന്ന് എന്താണ് പറയുന്നത് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് എവാക്യുവേഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ബെക്ക വാലി. ഈ ബെക്ക വാലി എന്ന് പറയുന്നത് ശരിക്കും സിറിയ ലെബനാൻ ബോർഡറാണ്. ആ പ്രദേശത്തും അതേപോലെ തന്നെ നോർത്തേൺ ലെബനാന്റെ സൈഡിലും ലിറ്റാനി റിവർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലും ഈ 3 ഏരിയയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബെക്ക വാലിയിൽ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ലെബനാൻ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ, അതായത് ഇസ്രായേൽ പറയുന്നത് പോലെ ഹിസ്ബുള്ളയെ ഞങ്ങൾക്ക് മാറ്റി നിർത്താനും കഴിയില്ല, ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യാനും കഴിയില്ല എന്നുള്ളത് അവർ പൂർണ്ണമായിട്ട് അവർ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇസ്രായേൽ പറയുന്ന പോലെ അങ്ങനെ ആക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഹിസ്ബുള്ളയെ എതിർക്കുന്നുണ്ടെങ്കിൽ രാജ്യം രണ്ടായി ഭാഗിക്കേണ്ടി വരും. അതാണ് ലെബനാൻ പറയുന്നത്. അപ്പോൾ അതെന്തായാലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുടെ സ്ഥാപനങ്ങളെയോ ഹിസ്ബുള്ളയുടെ പഠന കേന്ദ്രങ്ങളെയോ ഹിസ്ബുള്ളയുടെ ആയുധക്കടത്തിനെയോ ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. അപ്പോൾ ഇസ്രായേൽ അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുമായിട്ട് വെച്ച എഗ്രിമെന്റ് ഒക്കെ കീറിക്കളഞ്ഞിട്ട്, സീസ് ഫയർ എഗ്രിമെന്റ് ഒക്കെ കീറിക്കളഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ആക്രമണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിന് ഇസ്രായേലിന്റെ നെസറ്റിൽ അപ്രൂവലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നമ്മൾ നേരെ ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നല്ല മഴയും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാർത്തയിൽ ഇസ്രായേലിന്റെ IDF ടീം ഗാസയ്ക്കുള്ളിൽ എൻട്രി ആയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ ചീഫ് മിലിറ്ററി കമാൻഡർ റാദ് സാദ് എന്നാണ് ഇയാളുടെ പേര്. ഈ റാദ് സാദിനെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ റാദ് സാദ് മാത്രമല്ല, അയാളോടൊപ്പം 7 പേര് കൂടി ഉണ്ടായിരുന്നു. ആ 7 കമാൻഡറുകളും കൂടി ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 8 പേരെ ഇന്നലെ ഹമാസ് ഭീകരരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ആ വാർത്തയും കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഫേസ് തന്നെ ഇതുവരെ ഇസ്രായേൽ പൂർത്തിയാക്കിയിട്ടില്ല, ഞങ്ങളുമായിട്ട് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ടാം ഫേസിലേക്ക് പോകുക? അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ കഴിയുക എന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഡിസാർമെന്റ്, ആയുധം താഴെ വെക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹമാസ് ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസ് അവരുടെ സൈഡിൽ പറയുന്നത് ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഹമാസിന്റെ സൈഡിലും വയലേഷൻസ് ഉണ്ട്, ഹമാസും അംഗീകരിക്കുന്നില്ല. ഒന്നാമത്തെ ഫേസിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഹമാസ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷേ രണ്ടുപേരുടെ മേളിലും, ഇസ്രായേലിന്റെ മേളിലും ഹമാസിന്റെ മേളിലും വളരെയധികം വിശ്വാസത്തോടു കൂടി ഒരു ടീം ഇരിപ്പുണ്ട്. അത് അമേരിക്കയിലാണ്, ഡൊണാൾഡ് ട്രംപ്. അത് തീർച്ചയായിട്ടും ഞാൻ പീസ് ഡീൽ സെക്കൻഡ് ഫേസിലേക്ക് ഞാൻ പോവും, സമാധാനം ഞാൻ ഉറപ്പുവരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇതേപോലെ ലെബനാന്റെ ഉള്ളിലും സമാധാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഒക്കെ ഒപ്പുവെച്ചതാണ്. ഇപ്പോഴും ഇസ്രായേൽ വെച്ച് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹമാസിന്റെ അടുത്തും എഗ്രിമെന്റ് സൈൻ ചെയ്താലും അമേരിക്ക അവിടെ മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇനിയും തുടരും. ഇനിയിപ്പം ഡിസംബർ അല്ല, ജനുവരിയിൽ ഗാസ പീസ് ഡീലിന്റെ സെക്കൻഡ് ഫേസ് ഒപ്പിട്ടാലും ഇസ്രായേൽ അടിക്കും. ഇനി മൂന്നാമത്തെ ഘട്ടം ഒപ്പിട്ടാലും ഇസ്രായേൽ അടിക്കും, അടിച്ചുകൊണ്ടിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. പിന്നെ ഹമാസിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഹമാസ് ലീഡറുകളെയും കൂടുതൽ ഹമാസ് മിലിറ്റന്റുകളെയും ടാർഗറ്റ് ചെയ്ത് ഇസ്രായേലിന്റെ IDF
കൃത്യമായിട്ടുള്ള പ്രിസൈസ്ഡ് അറ്റാക്ക് നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വേറൊരാൾ ഭയങ്കര വിഷമത്തിലാണ്. അത് വേറെ ആരുമല്ല, പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള കരീം ഖാൻ. കരീം ഖാൻ ഇയാൾ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അറ്റോർണിയാണ്. അപ്പം ഇയാളാണ് ഇസ്രായേലിനെതിരെയുള്ള കേസുകളൊക്കെ ബാധിച്ച് ഇസ്രായേലിനെ മസ്റ്റ് പൂട്ടണം എന്നുള്ള രീതിയിൽ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള കേസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പീഡന കേസിൽ പ്രതിയാണ് പുള്ളി, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അമേരിക്ക പറഞ്ഞിരിക്കുന്നത് കടുത്ത സാങ്ഷൻസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ മേളിലും കരീം ഖാനിന്റെ മേളിലൊക്കെ കടുത്ത സമ്മർദ്ദമാണ് അമേരിക്കയുടെ സൈഡിൽ വന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ രാജ്യങ്ങൾ. അതായത് ഇപ്പോൾ ഏതാണ്ട് സമാധാന കരാർക്ക് ഒപ്പിട്ടതിന് ശേഷം വലിയ വലിയ മറ്റുള്ള രാജ്യങ്ങൾ, ഈവൻ അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രഷർ വരുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് നമുക്കറിയില്ല. ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള നിലയിൽ വരെ ആൾ ചിന്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതാണ് ഇപ്പം മെയിനായിട്ട് കരീം ഖാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെ വന്നാലും ഞാൻ ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല. ആ ഒരു കേസുമായിട്ട്, ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ഒരു സർപ്രൈസിങ് ന്യൂസ്. 11,888 പേര് വെനിസുലയിൽ നിന്നും അമേരിക്കയുടെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. ഇൻഫിൽട്രേഷൻ. അവർ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇത് അവരുടെ ഇന്റലിജൻസ് വിവരപ്രകാരം കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഈ 11,888 പേരെയും തെരഞ്ഞിപ്പം അമേരിക്കയുടെ ഉള്ളിൽ തന്നെ തകൃതിയായിട്ടുള്ള സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ വെനിസുലയിൽ നിന്നും അമേരിക്കയെ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് അകത്ത് കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളൊരു ക്ലെയിമാണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇനി ഇവരെയൊക്കെ പിടികൂടുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.